ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 98 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 22 മുതൽ 25 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം. ഇതായിരുന്നു പോർഷൻസ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ആൻസേഴ്സ് ഇപ്പൊ റിവീൽ ചെയ്യാണ്, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഞാനൊരു പുരുഷനാണ്, എന്റെ പേരിനകത്തൊരു പ്രവാചകന്റെ പേരും അതേ പ്രവാചകന്റെ അപ്പന്റെ പേരും ഒളിഞ്ഞു കിടപ്പുണ്ട്, പേരെന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം എലീഷാഫാത്ത്. 2 ദിനവൃത്താന്തം 23:1 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ പ്രവാചകൻ എലീഷ, അപ്പൻ ഷാഫാത്ത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഞാൻ പുരോഹിതൻ, എന്റെ മകൻ പ്രവാചകൻ. ഞാനൊരു രാജാവിന് ചെയ്ത ദയ ഓർക്കാതെ ആ രാജാവ് പ്രവാചകനായ എന്റെ മകനെ കൊന്നുകളഞ്ഞു. പുരോഹിതനും പ്രവാചകനുമായ മകനും രാജാവും ആരെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പുരോഹിതൻ യഹോയാദ, അതുപോലെ മകൻ സെഖരിയാവ്, രാജാവ് യോവാഷ്. ഓക്കെ. ഇതിൽ പുരോഹിതൻ യഹോയാദ, മകൻ സെഖരിയാവ്, രാജാവ് യോവാഷ്. 2 ദിനവൃത്താന്തം 24:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു വാക്യത്തിൽ തന്നെ ഒരു പുരുഷന്റെ പേരിനകത്ത് മറ്റൊരു പുരുഷനാമമുണ്ട്, പേരുകൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം യഹോസാബാദ്, അതുപോലെ സാബാദ്. 2 ദിനവൃത്താന്തം 24:26 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ശമൂവേൽ യഹോവയോട് പറഞ്ഞ ഒരു വാചകം പുതിയ നിയമ പാഠഭാഗത്ത് ഒരു ശിഷ്യൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. വാചകം എന്ത്? ശിഷ്യൻ ആര്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം വാചകം അടിയനിത, ശിഷ്യൻ അനന്യാസ്. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ, 5-ാമത്തെ ചോദ്യം ഇതായിരുന്നു: ശൽക്കം എന്നർത്ഥം വരുന്ന ഒരു പദം എന്ത്? ഇത് ചില ജലജീവികളിലും ഉരകങ്ങളിലുമുണ്ട്, എന്താണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ചെതുമ്പൽ. അപ്പോസ്തല പ്രവർത്തികൾ 9:18 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു. 2 ദിനവൃത്താന്തം 26 മുതൽ 29 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. വായിച്ച് റെഡി ആയിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.